ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്കേറ്റ് ബോർഡ് എങ്ങനെ ബേസിക്കായിട്ട് ബിഗിനേഴ്സിന് ഓട്ടിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോഴേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് സ്കേറ്റ് ബോർഡ് ഉണ്ടല്ലോ, ജാസ്പോയിൻ്റെ ഡിസ്ട്രക്ടർ എന്ന് പറയുന്ന സ്കേറ്റ് ബോർഡാണ്. അടിയിലുള്ള സ്റ്റിക്കറൊക്കെ മാറ്റി ഞാൻ കുറച്ച് കളറും അതൊക്കെ അടിച്ച് അപ്പോഴേ ബേസിക്കായിട്ട് ഇത് ഓട്ടിക്കാനാണെങ്കിൽ ഫസ്റ്റ് ഏറ്റവും ബാലൻസ് കൂടിയ കാലേന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ സാധാരണ ചില ആൾക്കാർക്ക് അത് ലെഫ്റ്റ് ആയിരിക്കും, കൂടുതലായിട്ട് ലെഫ്റ്റാണ്. ചില ആൾക്കാർക്ക് റൈറ്റും ആയിരിക്കും. ഇപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഒരു കാല് വീലിൻ്റെ നേരെ മുകളിൽ വേണ്ട കറക്റ്റ് ഇങ്ങനെ മുകളിലായിട്ട് വരുന്ന രീതി ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളി നോക്കണം. എന്നിട്ട് ആ കാല് മാറ്റി റൈറ്റ് കാലാക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തള്ളി നോക്കണം. അപ്പോൾ ഏത് കാലിലാണ് കൂടുതൽ ബാലൻസ് കിട്ടണമെന്ന് നോക്കണം. ഇപ്പോൾ ലെഫ്റ്റ് ആണെങ്കിലും ഓക്കെ, റൈറ്റ് ആണെങ്കിലും ഓക്കെ, ഒരു കുഴപ്പമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല. അടുത്ത് ഇത് സ്കേറ്റ് ബോർഡിൽ കയറണം എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കാല് എങ്ങനെയെങ്കിലും വെച്ചാൽ മതി. എങ്ങനെയെങ്കിലും കുറച്ചുകൂടി നല്ലത്, എളുപ്പമായിരിക്കും. വയ്ക്കുക, മറ്റേ കാല് ജസ്റ്റ് പൊക്കുക, ബാക്കിലങ്ങ് വയ്ക്കുക. എന്നിട്ട് രണ്ട് കാലങ്ങ് സ്ട്രൈറ്റ് ആക്കിയാൽ കയറി. ഈ കാല് വെക്കേണ്ട പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ വീലിന് കുറച്ച് മുമ്പും ബാക്കിലത്തെ വീലിന് കുറച്ച് മുമ്പായിരിക്കും. പിന്നെ മുട്ട് കുറച്ച് വളച്ച് വയ്ക്കണം, കുറച്ച് ബാലൻസ് കിട്ടാൻ. അപ്പോൾ നമ്മുടെ ബോഡി തറയിലോട്ട് കുറച്ചുകൂടി അടുത്താവും, അപ്പോൾ കൂടുതൽ ബാലൻസ് കിട്ടും. വളയ്ക്കാനാണെങ്കിൽ നമ്മുടെ കാല് ഇപ്പോൾ റൈറ്റിലോട്ടാണെങ്കിൽ കാല് ഫ്രണ്ടിലോട്ട് വളയ്ക്കണം, ലെഫ്റ്റിലോട്ടാണെങ്കിൽ കാല് ബാക്കിലോട്ട് വളയ്ക്കണം, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. അപ്പോഴേക്കും ഈ വീല് കുറച്ച് വളയാം, അങ്ങോട്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കി നോക്കണം, ബാലൻസ് കിട്ടുന്നുണ്ടാവും. ഇനി ഓട്ടിക്കാനാണെങ്കിൽ ഏറ്റവും ബാലൻസ് കൂടിയ കാല് ഫ്രണ്ടിൽ വെക്കണം, ഈ വീലിൻ്റെ മുകളിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തള്ളണം, വീണ്ടും ഒരു തള്ളി തള്ളണം. മറ്റേ ബാക്കിലെ കാല് ഇങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നോക്കണ, ഫ്രണ്ടല്ല സൈഡിലോട്ട് നോക്കണ രീതി വെക്കണം. എന്നിട്ട് കുറച്ച് ദൂരം പോയതിന് ശേഷം അത് കാലവിടെ വെച്ചതിന് ശേഷം ഈ കാല് പതുക്കെ കറക്കി സ്ട്രെയിറ്റ് ആക്കണം. അപ്പോൾ സൈഡിലോട്ടായി നമ്മൾ നോക്കണം. നമ്മുടെ ഫേസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കണം, അങ്ങനെയാണ് നോക്കേണ്ടത്. മുട്ടും മടക്കണം, അപ്പോൾ കറക്റ്റ് ബാലൻസ് പോയിൻ്റ് കിട്ടും. എന്നിട്ട് വീണ്ടും തള്ളാനാണെങ്കിൽ കാല് വീണ്ടും ഇങ്ങനെ ആക്കുക, ഈ കാല് ഇറക്കുക, തള്ളുക, വയ്ക്കുക, ആക്കുക. അതേ ഇത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ ഫസ്റ്റ് ബേസിക് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ബാലൻസ് കൂട്ടണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇതുണ്ടല്ലേ, ഈ ഭാഗം ഇങ്ങനെ കർവ് ചെയ്ത് വെച്ചേക്കണത്, ഈ ഭാഗം കണ്ട് ഇതിങ്ങനെ കർവ് ചെയ്ത് വെച്ചേക്കണം. അവിടെ ചവിട്ടുമ്പോൾ ഫ്രണ്ട് പൊങ്ങാനും അവിടെ ചവിട്ടുമ്പോൾ ബാക്ക് പൊങ്ങാനും അങ്ങനെ ട്രിക്സ് ചെയ്യാനാണ്. അപ്പോഴേ നിങ്ങൾ ഫസ്റ്റ് ബാക്കിൽ ഇങ്ങനെ ചവിടണം, അപ്പോൾ ഇതിങ്ങനെ പൊങ്ങും. ഇത് കറക്റ്റ് വീലിൻ്റെ മുകളിൽ വരണ രീതി പൊസിഷനിൽ വെച്ചിട്ട് അങ്ങ് തന്നണം. അപ്പോൾ കാല് വേണ്ട അവിടെ വയ്ക്കും, ഈ കാല് നോർമൽ പൊസിഷനിൽ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കണം. അപ്പോഴേ ഫ്രണ്ട് കുറച്ചൊന്ന് പൊങ്ങും. അങ്ങ് ഭയങ്കര ഫോഴ്സ് കൊടുക്കല്, ഇവിടെ കുറച്ച് വെയിറ്റ് കൊടുക്കണം. ഭയങ്കര ഫോഴ്സ് കൊടുത്താൽ ഇതൊക്കെ പൊങ്ങി അങ്ങ് പോകും. അപ്പോൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കും, അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങും. എന്നിട്ട് ഇത് ചെറുതായിട്ട് പൊങ്ങുമ്പോഴേക്കും ഈ കാല് അങ്ങോട്ട് വളയണം, റൈറ്റിലോട്ട്. അപ്പോഴേക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളയും, വേണ്ട. അങ്ങനെ വളയും. അപ്പോഴേ അതേപോലെ തിരിച്ച് ലെഫ്റ്റിലോട്ടും ചെയ്യണം, ഇങ്ങനെ വേണം. എന്നിട്ട് ലെഫ്റ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബാലൻസ് കിട്ടും. ഇങ്ങനെയാണ് ഓട്ടിക്കണം, സ്ട്രെയിറ്റ് നോക്കും. അപ്പോഴേ നമ്മൾ കാലിൻ്റെ മൂവ്മെൻറ്റ് ഓടിച്ച് ഇനി അടുത്ത് ബോഡി മൂവ്മെൻറ്റ് ഇട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ട്രെയിറ്റ് നോക്കണം. അങ്ങോട്ട് റൈറ്റിലോട്ട് വളയണമെങ്കിൽ നമ്മൾ സൈഡിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ബോഡി വളയും. ബോഡി വളയുമ്പോൾ നമ്മുടെ കാലും സ്പ്രിങ് പോലെ തിരിച്ച് അങ്ങോട്ട് വരാൻ നോക്കും. അപ്പോൾ ജസ്റ്റ് പൊക്കുമ്പോൾ തന്നെ അതങ്ങ് പൊക്കോളും, അങ്ങ് പൊക്കോളും. ഇതുപോലെ 360 ഡിഗ്രി റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും അങ്ങനെ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി നല്ലൊരു
കുറച്ചുകൂടി നല്ല ബാലൻസ് കിട്ടും. പിന്നെ ഉള്ളത് ക്രാബ് വാക്ക് എന്ന് പറയുന്നുണ്ട്. ക്രാബ് വാക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊന്നുമില്ല, ജസ്റ്റ് ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതങ്ങ് പൊക്കണം. ഇത് പൊക്കിയിട്ട് ഈ കാല് വീലിൻ്റെ മണ്ട വയ്ക്കേണ്ടതിന് ഇങ്ങ് അറ്റത്ത് വേണം. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും, നല്ല വൈഡായിട്ടിരിക്കും ലെഗ്. എന്നിട്ട് എത്രയാണ് ഇതങ്ങ് പൊക്കണം. നമ്മൾ പഠിച്ച പോലെ റൈറ്റിലോട്ട് വേണം. എന്നിട്ട് ഇതും അങ്ങ് പൊക്കണം, ലെഫ്റ്റിലോട്ട് വേണം. അപ്പോൾ അങ്ങ് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. ഭയങ്കര സ്ലോ ആയിരിക്കും, പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ച് നല്ല ബാലൻസ് കിട്ടും. ഇങ്ങനെ ഡെയിലി കുറേ പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നല്ല ബാലൻസ് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിയുന്ന ട്രിക്ക് സാധാരണ ഭയങ്കര ഷാർപ്പായിട്ടുള്ള കോർണറിലൊക്കെ എത്താൻ വേണ്ടി. ഇപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് പോയി ഇവിടെ എത്തുമ്പോൾ കണ്ട, ഇവിടെ എനിക്ക് വളയാൻ സ്ഥലം കുറവാണ്, ഇതിന് വളയാൻ നല്ല ഏരിയ വേണം. അപ്പോൾ ഞാൻ മറ്റേ ട്രിക്ക് അങ്ങ് ഉപയോഗിച്ച് അങ്ങ് വളയും. ഫസ്റ്റ് അത് ഭയങ്കര ചെറുതായിട്ട് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഇങ്ങനെ അങ്ങ് വയ്ക്കണം, ഭയങ്കര അത്യാവശ്യം ചെറുത് ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് അത് പഠിച്ചു കഴിയുമ്പോൾ പൊക്കി അങ്ങ് വലുതായിട്ട് അങ്ങ് ചെയ്യണം. ഇപ്പം എനിക്കത് പറ്റിയില്ല. പൊക്കി അങ്ങ് വലുതായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇതാ ഇങ്ങനെ അതുപോലെ പഠിക്കണം. അത് നേരെ പഠിച്ചു കഴിഞ്ഞിട്ട് അത്യാവശ്യം വലുതാകണം, കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൂട്ടണം. അപ്പോൾ നല്ല ബാലൻസ് കിട്ടും. നമ്മുടെ ലെഗും ബോഡി അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആവും. എന്നിട്ട് ബാക്കി ട്രിക്സ് പഠിക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഫ്രണ്ട് നോക്കി പഠിക്കാം. എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീട്ടിലെവിടെയെങ്കിലും മാറ്റ് എന്തെങ്കിലും കാണും, അപ്പോൾ മാറ്റ് തറയിലിട്ടിട്ട് മാറ്റിൻ്റെ മുകളിൽ ഇത് വയ്ക്കണം. അപ്പോൾ വീല് ഉരുണ്ട് പോകില്ല. എന്നിട്ട് നമ്മൾ കയറി ഇരുന്നിട്ട് ഈ കാല് താണ്ട ഇവിടെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി, അങ്ങ് പൊക്കിക്കോളും. ഇങ്ങനെ ഫസ്റ്റ് ഫുൾ ഇങ്ങനെ പൊക്കി പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് പതുക്കെ ബാക്കിൽ ബാക്ക് ഈ ഭാഗമില്ലേ, എൻ്റെ അടിഭാഗം, ഇത് തറയിൽ ടച്ച് ആവാത്ത രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഈ ഭാഗവും പൊങ്ങിയിരിക്കണം, ഈ ഭാഗവും അടിഭാഗവും പൊങ്ങിയിരിക്കണം. ആകെ കോണ്ടാക്റ്റുള്ള വീല് മാത്രമായിരിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പോഴേ അതിനും കൂടുതൽ കുറച്ചുകൂടി നല്ല ബാലൻസും കുറച്ചുകൂടി നല്ല കോൺഫിഡൻസ് കിട്ടും. ബാലൻസ് കൂടുമ്പോൾ കുറച്ചുകൂടി നല്ല കോൺഫിഡൻസും കൂടും. കോൺഫിഡൻസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടിക്കാനൊക്കെ എളുപ്പമാവും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.